ആഫ്റ്റർ 2 ഡേയ്സ് 2 ഡേയ്സ് ലേറ്റർ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും അല്ലേ? എന്നാൽ OET റൈറ്റിംഗിൽ എഴുതുമ്പോൾ നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയാലോ? ആഫ്റ്റർ 2 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ 2 ദിവസത്തെ ഫോക്കസ് ചെയ്തായിരിക്കും പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ 2 ഡേയ്സ് ഓഫ് ഒബ്സർവേഷൻ ദ പേഷ്യൻസ് കണ്ടീഷൻ ഹാസ് ഇംപ്രൂവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 2 ദിവസത്തെ ഒബ്സർവേഷൻ കഴിഞ്ഞപ്പോഴേക്കും പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്തായി? ഇംപ്രൂവ് ആയി. സോ ആ ഒരു 2 ദിവസത്തെയാണ് അവിടെ ഫോക്കസ് ചെയ്തത്. എന്നാൽ സെക്കൻഡ് എന്താ പറഞ്ഞത്? 2 ഡേയ്സ് ലേറ്റർ. 2 ഡേയ്സ് ലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഫോക്കസ് കൊടുക്കുന്നത് എപ്പോഴും ആ 2 ദിവസത്തിന് ശേഷം എന്താ വരുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, 2 days later, the patient has showed significant improvement in his health. അതായത് 2 ദിവസത്തിന് ശേഷം ആളുടെ ഹെൽത്തിൽ എന്ത് ചെയ്തു? ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം രണ്ടും എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരുപോലെ തോന്നിയാലും നിങ്ങൾ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് വേണം ഈ ഒരു യൂസേജ് കൊണ്ടുവരാനായിട്ട്. 2 ദിവസത്തെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആഫ്റ്റർ 2 ഡേയ്സും, അല്ല 2 ദിവസത്തിന് ശേഷമാണെങ്കിൽ നിങ്ങൾ 2 ഡേയ്സ് ലേറ്ററുമാണ് ഉപയോഗിക്കേണ്ടത്. സോ ഇങ്ങനെയുള്ള അപ്ഡേറ്റഡ് വീഡിയോസിനായിട്ട് തിജൂസ് അക്കാഡമി ഇന്ന് തന്നെ ഫോളോ ചെയ്യുക. ഉറപ്പാണ് വിജയം.